Hey YouTubers, എല്ലാവർക്കും നമസ്കാരം. You're on Techno Factory with me Sumodh and welcome to our 5th episode of Techno Factory Hot News. ഹോട്ട് ന്യൂസ് എന്താണെന്ന് നമ്മുടെ പുതിയ സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ കാണാത്തവർക്ക് വേണ്ടി ജസ്റ്റ് ബ്രീഫായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഹോട്ട് ന്യൂസ് എന്ന ഈ സെഗ്മെന്റിൽ ടെക് റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്സും ന്യൂസും റൂമേഴ്സും ലീക്സും ഒക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. മോസ്റ്റ്ലി കമ്പ്യൂട്ടേഴ്സ്, മൊബൈൽ ഫോൺസ്, ഗാഡ്ജറ്റ്സ്, ക്യാമറാസ് ഇതുപോലത്തെ സംഭവങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും തുടങ്ങാം. സോ ഫസ്റ്റ് അപ്ഡേറ്റ് എന്ന് പറയുന്നത് റോക്സ്റ്റാർ ഗെയിംസിൻ്റെ സൈഡിൽ നിന്നാണ്. റോക്സ്റ്റാർ ഗെയിംസിൻ്റെ ഒരു പുതിയ ഗെയിം ലോഞ്ചർ ലോഞ്ച് ചെയ്യുന്നു. റോക്സ്റ്റാർ ഗെയിം ലോഞ്ചർ എന്നാണ് ഇതിൻ്റെ പേര്. റോക്സ്റ്റാർ ഗെയിംസിൻ്റെ പ്രൊഡക്ഷനിൽ വരുന്ന ഗെയിംസ് എല്ലാം ആയിരിക്കും ഈ ഒരു ഗെയിം ലോഞ്ചറിൽ അവൈലബിൾ ആകുന്നത്. ആൻഡ് ഈ ഒരു ലോഞ്ചർ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ വലിയൊരു സർപ്രൈസ് ഗിഫ്റ്റ് എന്ന് പറയുന്നത് സാൻ ആൻഡ്രിയാസ് GTA സാൻ ആൻഡ്രിയാസ് ഗെയിം ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും. സ്റ്റീമിൽ ഓൾറെഡി $15 എന്തോ ആണ് ഇതിൻ്റെ പ്രൈസ് ഇപ്പോഴും. സോ ഈ ഒരു ഗെയിം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും ഈ ലോഞ്ചർ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്യുവാണെങ്കിൽ. ഓൾറെഡി സ്റ്റീം, ഒറിജിൻ, യൂബിസോഫ്റ്റ് ഇതുപോലത്തെ പല പ്ലാറ്റ്ഫോംസും അവൈലബിൾ ആണ്. സോ അതിൻ്റെ ഇടയ്ക്കാണ് ഇനിയൊരു ലോഞ്ചറും കൂടി വരുന്നത്. ബേസിക്കലി റോക്സ്റ്റാർ ഗെയിംസിനെ കുറച്ചുകൂടെ ഒന്ന് പ്രൊമോട്ട് ചെയ്യാനും അതിനെ റോക്സ്റ്റാർ ഗെയിം കളക്ഷനെ ഒന്ന് ഓപ്റ്റിമൈസ് ചെയ്യാനുമാണ് ഇവരുടെ ആക്ച്വലി പ്ലാൻ. ഈ ഒരു ലോഞ്ചറിലൂടെ ഓട്ടോമാറ്റിക് അപ്ഡേറ്റ്സ് കിട്ടുന്നതായിരിക്കും. ഓരോ ഗെയിംസും ക്ലൗഡ് ബേസ്ഡ് സെർവേഴ്സിൽ സേവ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ പുതിയ ഗെയിംസും ഓൺലൈൻ ഡയറക്റ്റ് ഇതേ ലോഞ്ചറിൽ കൂടെ പർച്ചേസ് ചെയ്യാനും സാധിക്കുമെന്നാണ് പറയുന്നത്. സോ എല്ലാ ഗെയിംസും ഇപ്പം അവൈലബിൾ ആയിരിക്കത്തില്ല. GTA 4, GTA ലിബർട്ടി സിറ്റി, GTA 2, പിന്നെ പഴയ ഗ്രാൻഡ് തെഫ്റ്റ് ഓട്ടോ, മാക്സ് പെയിൻ 2, മാൻഹണ്ട്, മിഡ്നൈറ്റ് ക്ലബ് ഇതുപോലത്തെ കുറച്ച് ഗെയിംസ് ആണ് ഇപ്പം അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു ലോഞ്ചറിൽ. ഫ്യൂച്ചറിൽ ഇനിയും എക്സ്ട്രാ ഗെയിംസ് ആഡ് ചെയ്യുന്നതായിരിക്കും. അടുത്തൊരു അപ്ഡേറ്റ് വരുന്നത് സ്റ്റീം ഗെയിംസിന്റെ സൈഡിൽ നിന്നാണ്. സ്റ്റീം നമുക്കറിയാം, സ്റ്റീമും ഇതേപോലെ തന്നെ ഒരു ലോഞ്ചറാണ്. സോ സ്റ്റീമിന്റെ പുതിയൊരു ലൈബ്രറി ഇന്റർഫേസ് September 17 ഇവർ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതൊരു ഓപ്പൺ ബീറ്റ എഡിഷൻ ആണ്. ആർക്ക് വേണമെങ്കിലും സിമ്പിളായിട്ട് ഡൗൺലോഡ് ചെയ്ത് ഇതിനെ അപ്ഗ്രേഡ് ചെയ്യാവുന്നതാണ്. സ്റ്റീമിന്റെ കംപ്ലീറ്റ് ലുക്ക് ഒന്നും മാറ്റിയിട്ടില്ല. പക്ഷേ ഇതിലെ ലൈബ്രറി എന്ന ടാബിൽ മാത്രമാണ് ചേഞ്ചസ് വന്നത്. എല്ലാവരും എക്സ്പെക്ട് ചെയ്തിരുന്ന, എല്ലാവരും കാത്തിരുന്ന ഒരു സംഭവമാണ് സ്റ്റീമിന്റെ ലൈബ്രറി അപ്ഡേറ്റ് എന്ന് പറയുന്നത്. സോ ഓപ്പൺ ബീറ്റ എഡിഷൻ നിങ്ങൾ ഇൻ കേസ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ കാണുന്നത് പുതിയൊരു ലൈബ്രറി ഇന്റർഫേസ് ആയിരിക്കും. പുതിയ ഇന്റർഫേസിൽ കാണുന്നത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വ്യൂ ആണ്. പുതിയ ഗെയിംസിൻ്റെയും റീസെൻ്റ് ആയിട്ട് നമ്മൾ കളിച്ച ഗെയിംസിൻ്റെയും അതോടൊപ്പം തന്നെ ചാറ്റ് ഹിസ്റ്ററിയും ഫ്രണ്ട്സിനോടുള്ള സംഭവങ്ങളും ഇതെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ബെറ്റർ ഓർഗനൈസേഷൻ ആണ് ഈ ഒരു ഇന്റർഫേസിലൂടെ ഇവർ എക്സ്പെക്ട് ചെയ്യുന്നത്. കളക്ഷൻസിന്റെ ഓപ്ഷനും കൂട്ടിയിട്ടുണ്ട്. കളക്ഷൻസിൽ നമുക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാവുന്ന ഓപ്ഷൻ ഉണ്ട്. ഇപ്പം നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഓരോ കളക്ഷനിലോട്ട് ഇടേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഏത് കളക്ഷനിലോട്ട് ഇടുന്നോ അത് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തിട്ടാൽ മതി. ഇപ്പം ഗെയിം സോർട്ട് ചെയ്യാൻ കുറച്ചുകൂടെ അഡീഷണൽ ഫീച്ചേഴ്സ് കിട്ടിയിട്ടുണ്ട്. ലൈക്ക് എത്ര മണിക്കൂർ നമ്മൾ കളിച്ചു എന്ന് വെച്ചും നമുക്ക് ഗെയിംസ് സോർട്ട് ചെയ്തെടുക്കാം. അതോടൊപ്പം തന്നെ VR ഗെയിംസ് ആണോ അല്ലെങ്കിൽ ഈ ഗെയിംസ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ, ഓരോ ഗെയിമിന്റെ ജോണർ അനുസരിച്ച് നമുക്കിത് ക്ലാസിഫൈ ചെയ്ത് സോർട്ട് ചെയ്യാനുള്ള ഓപ്ഷനും ഇപ്പോൾ ഉണ്ട്. എന്തായാലും ബീറ്റ എഡിഷൻ ലൈബ്രറി അപ്ഡേറ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. വളരെ ഇൻട്രസ്റ്റിംഗും ഇൻഫർമേഷൻ പാക്ഡ് ആയിട്ടുള്ള അപ്ഡേറ്റ് ആണ്. നെക്സ്റ്റ് അപ്ഡേറ്റ് എൻവിഡിയയുടെ സൈഡിൽ നിന്നാണ്. എൻവിഡിയയുടെ GTX 1650 Tiയും GTX 1660 സൂപ്പർ എഡിഷനും ഇറങ്ങാൻ പോകുന്നു. October 22 ആയിരിക്കും ഓൾമോസ്റ്റ് റൂമേഴ്സ് പറയുന്നത്. 1650 Ti നോക്കുവാണെങ്കിൽ 4GB VRAM-ഉം GDDR6 മെമ്മറിയിലും, പെർഫോമൻസ് നോക്കുവാണെങ്കിൽ 1650-യുടെയും 1660 GTX-ൻ്റെയും ഇടയ്ക്കായിരിക്കും വരുന്നത്. പ്രൈസ് നോക്കുവാണെങ്കിൽ $155 എക്സ്പെക്ട് ചെയ്യുന്നത്. ഓൾമോസ്റ്റ് ഇപ്പോൾ ഉള്ളതിനും മേ ബി ഒരു $1000-2000 കുറച്ച് കൂടുതലായിരിക്കും. ഇന്ത്യൻ പ്രൈസ് നോക്കുവാണെങ്കിൽ പഴയതിനെക്കാട്ടിലും CUDA കോഴ്സ് കുറച്ച് കൂട്ടിയിട്ടുണ്ട്. പഴയതിൽ 876 എന്തോ കോഴ്സാണ്. ഇപ്പോൾ വരുന്നതിൽ 1024 അല്ലെങ്കിൽ 1152 കോഴ്സ് ആയിരിക്കും. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്കായിരിക്കും. GTX 1660 സൂപ്പർ എഡിഷൻ നോക്കുവാണെങ്കിൽ 6GB VRAM 1408 CUDA കോഴ്സും GDDR6 മെമ്മറിയിൽ 192 ബിറ്റ് ബാൻഡ് വിത്തിലാണ് വരുന്നത്. പ്രൈസ് ഓൾമോസ്റ്റ് ഒരു $210-220 ആ ഒരു റേഞ്ചിലായിരിക്കും. $210-220 ഐ മീൻ. October 22 ആണ് ഇതിൻ്റെ ഡേറ്റ്സ് പറയുന്നത്. ആൻഡ് ഒക്ടോബർ എൻഡിൽ തന്നെ നമുക്കറിയാം AMDയുടെ സൈഡിൽ നിന്ന് നാവി കാർഡ്സിൻ്റെ ഒരു ലോഞ്ച് ഈവൻറ്റ് എന്തോ വരുന്നുണ്ട്. സോ ഐ തിങ്ക് Nvidia അതുമായിട്ട് ക്ലാഷ് ചെയ്യാനാണ് ഇങ്ങനത്തെ ഒരു സ്ട്രാറ്റജി യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് അപ്ഡേറ്റും Nvidiയുടെ സൈഡിൽ നിന്നുള്ള ഒരു ബണ്ടിൽ ഓഫറാണ്. അതായത് Nvidiയുടെ ഏതെങ്കിലും RTX ലൈനപ്പിലുള്ള ഗ്രാഫിക്സ് കാർഡ്സ് ബേസ്ഡ് ലാപ്ടോപ്സോ അല്ലെങ്കിൽ പ്രീ ബിൽഡ് ഡെസ്ക്ടോപ്സോ മേടിക്കുകയാണെങ്കിൽ കോൾ ഓഫ് ഡ്യൂട്ടി മോഡേൺ വാർഫെയർ എന്ന ഗെയിം ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും. ഇത് ഇറങ്ങാനിരിക്കുന്ന ഒരു ഫ്യൂച്ചർ ഗെയിമാണ്. റേ ട്രേസിംഗ് സപ്പോർട്ടോടെ വരുന്ന ഇനിയൊരു പുതിയ ഗെയിമാണ്. സോ അതുകൊണ്ട് തന്നെ നല്ലൊരു ഓഫറാണ്. സോ November 25 വരെയാണ് ഈ ഓഫർ കാണുന്നത്. Nvidiയുടെ RTX ലൈനപ്പ് ഗ്രാഫിക്സ് കാർഡ്സും
കോൾ ഓഫ് ഡ്യൂട്ടി മോഡേൺ വാർഫെയർ എന്ന ഗെയിമിൻ്റെ ബണ്ടിൽ ഓഫർ. നെക്സ്റ്റ് കുറച്ച് AMDയുടെ അപ്ഡേറ്റ്സ് ആണ്. AMDയുടെ ഒരു പുതിയ ബയോസ് അപ്ഡേറ്റ് വരുന്നുണ്ട് സെപ്റ്റംബർ 30th. Ryzen 3000 സീരീസ് യൂസേഴ്സ് പലരും കംപ്ലയിൻറ്റ് ചെയ്തതാണ്. AMDയുടെ പുതിയ പ്രോസസ്സേഴ്സ്, അതായത് 3000 സീരീസിൽ വന്ന പുതിയ പ്രോസസ്സേഴ്സ് അതിൻ്റെ മാക്സിമം ബൂസ്റ്റ് ക്ലോക്ക് അച്ചീവ് ചെയ്യുന്നില്ല എന്നുള്ളത്. സോ ഈ ഒരു ചെറിയ ഇഷ്യൂ AMD പുതിയൊരു ബയോസ് അപ്ഡേറ്റിൻ്റെ കൂടെ ആയിരിക്കും ഇത് ക്ലിയർ ചെയ്യാൻ പോകുന്നത്. അതായത് നെക്സ്റ്റ് ഫേംവെയർ അപ്ഡേറ്റ് വരുന്നത് 1.0.0.3 ABBA എന്നൊരു കോഡിലായിരിക്കും. സോ ഈ കോഡാണ് നെക്സ്റ്റ് വരുന്ന സെപ്റ്റംബർ 30th വരുന്ന അപ്ഡേറ്റ്. സോ ഇത് വെച്ച് 25 to 50 മെഗാഹേർട്സിൻ്റെ ഒരു ബൂസ്റ്റ് ഉണ്ടാകുമെന്നാണ് AMDയുടെ സൈഡിൽ നിന്ന് പറയുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് മൈക്രോസോഫ്റ്റിൻ്റെ സർഫേസ് ലാപ്ടോപ്സും AMDയുമായിട്ടുള്ള ടൈപ്പും ആണ്. സോ ഇനി വരാനിരിക്കുന്ന മൈക്രോസോഫ്റ്റ് സർഫേസ് ലാപ്ടോപ്പ് 3 എന്ന് പറയുന്നത് 15-inch മോഡൽസ് ആയിരിക്കും കമ്പയർ ടു ഇപ്പോൾ ഉള്ള 13-inch മോഡൽ. 15-inch മോഡൽസിൽ യൂസ് ചെയ്യാൻ പോകുന്നത് AMDയുടെ പ്രോസസ്സേഴ്സ് ആയിരിക്കും. AMDയുടെ 3rd ജനറേഷൻ മൊബൈൽ പ്രോസസ്സേഴ്സ് ആയ Ryzen 5 3550Hഉം Ryzen 7 3750H വിത്ത് വേഗ ഗ്രാഫിക്സ് ആണ്. ഈ രണ്ട് പ്രോസസ്സേഴ്സിൻ്റെ മോഡൽസിലായിരിക്കും പുതിയ സർഫേസ് ലാപ്ടോപ്സ് വരുന്നത്. നെക്സ്റ്റ് അപ്ഡേറ്റ് ഇന്റലിൻ്റെ ഒരു ഹൈ എൻഡ് പ്രോസസ്സറിനെ കുറിച്ചാണ്. ഇന്റൽ i9-9900KS എന്നൊരു മോഡൽ ഇറങ്ങുന്നുണ്ട്. ഓൾമോസ്റ്റ് ഒക്ടോബറിലായിരിക്കും ഈ ലോഞ്ച് ഉണ്ടാകുന്നതെന്ന് പറയുന്നു. ഇതൊരു 8-core ഹൈപ്പർ ത്രെഡിംഗ് സപ്പോർട്ടുള്ള ഒരു പ്രോസസ്സറാണ്. 4 GHz ബേസ് ക്ലോക്കും അപ് ടു 5 GHz ബൂസ്റ്റ് ക്ലോക്കുമാണ് ഈ പ്രോസസ്സർ വരാൻ പോകുന്നത്. സോ ഇപ്പോൾ i9-9900Kനെക്കാട്ടിലും കുറച്ചുകൂടെ ബെറ്റർ പെർഫോമൻസ് ആയിരിക്കും കിട്ടുന്നത്. നെക്സ്റ്റ് കുറച്ച് മൊബൈൽ ഫോൺസിൻ്റെ അപ്ഡേറ്റ്സ് ആണ്. ഇത് സെപ്റ്റംബർ മാസമാണ്. ആപ്പിളിൻ്റെ പ്രോഡക്റ്റ് ലോഞ്ചിങ് മന്ത് ആണ്. സോ ആപ്പിളിൻ്റെ 2 പ്രോഡക്ട്സ് ആണ് സെപ്റ്റംബർ 27th ഇറങ്ങാൻ പോകുന്നത്. ഇത് ഓൾറെഡി ടീസ് ചെയ്ത് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞ പ്രൊഡക്ട്സ് ആണ്. iPhone 11ഉം പിന്നെ ആപ്പിൾ വാച്ച് സീരീസ് 5ഉം. സോ 3 വേരിയൻസിലാണ് iPhone 11 ഇറങ്ങുന്നത്. iPhone 11, iPhone 11 Pro, iPhone 11 Pro Max. iPhone 11 വരുന്നത് $699. അതായത് ഇന്ത്യൻ പ്രൈസ് നോക്കുവാണെങ്കിൽ 2 0 ആഡ് ചെയ്താൽ മതി. അതായത് 69,900 rupees. iPhone 11 Pro വരുന്നത് $999. ഇന്ത്യൻ പ്രൈസ് 99,999 rupees ആയിരിക്കും. അതേപോലെ iPhone 11 Pro വരുന്നത് $1,099 ആണ്. സോ ഒബ്വിയസ്ലി 1,09,090 rupees എന്തോ വരും. iPhone 11ന്റെ ഡിസൈൻ വൈസ് നോക്കുമ്പോൾ 10sമായിട്ട് സിമിലർ ആണ്. പക്ഷേ ബാക്കിൽ ഒരു 3 ക്യാമറയുടെ സെറ്റപ്പ് ആണ് കൊടുത്തേക്കുന്നത്. അതാണ് ഒരു മേജർ ചേഞ്ച്. ബാറ്ററി ലൈഫ് കുറച്ച് ഇംപ്രൂവ് ആയിട്ടുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ ആൻഡ്രോയിഡ് ഫോൺസിലും ഉള്ള നൈറ്റ് മോഡ് ഇപ്പോഴാണ് ഐഫോണിൽ വരുന്നത്. ആപ്പിളിന്റെ ലേറ്റസ്റ്റ് A13 ബയോണിക് ചിപ്പാണ് ഇതിൽ യൂസ് ചെയ്തേക്കുന്നത്. പുതിയ കുറച്ച് ഫങ്കി കളേഴ്സിൽ അവൈലബിൾ ആണ് iPhone 11. ബാറ്ററി പെർഫോമൻസ് നോക്കുവാണെങ്കിൽ iPhone 11 3100 mAh ബാറ്ററിയും iPhone 11 Proയിൽ 3046 mAhഉം iPhone 11 Pro Maxൽ 3969 mAhന്റെ ബാറ്ററിയാണ് വരുന്നത്. ആപ്പിൾ വാച്ച് സീരീസ് 5 നോക്കുവാണെങ്കിൽ $399 സ്റ്റാർട്ടായി $1299 വരെ പോകും ഇതിൻ്റെ പ്രൈസ്. ബിക്കോസ് ഒരു ടൈറ്റാനിയമും സെറാമിക് വേർഷനും അവൈലബിൾ ആണ്. ഇതിൻ്റെ പ്രൈസ് ആണ് $1299. ഫീച്ചേഴ്സ് നോക്കുവാണെങ്കിൽ 64-bit ഡ്യുവൽ കോർ പ്രോസസ്സറാണ്. പഴയ പ്രോസസ്സറിനേക്കാളും ഡബിൾ സ്പീഡ് ആണെന്നാണ് പറയുന്നത്. ഓൾവേസ് ഓൺ എന്നൊരു ഡിസ്പ്ലേ ഫീച്ചറും ഇതിൽ എനേബിൾഡ് ആയിട്ടുണ്ട്. അതായത് വാച്ചിൻ്റെ ഫേസ് എപ്പോഴും ഓൺ ആയിരിക്കും. സോ അതുകൊണ്ട് തന്നെ ബാറ്ററി കുറച്ച് കൺസ്യൂം ആകും. സീരീസ് 4ലുള്ളതുപോലെ തന്നെ ഹാർട്ട് റേറ്റ് മോണിറ്ററിംഗ് ഫീച്ചറും ഇതിലുണ്ട്. പിന്നെ ഒരു പുതിയ നോയ്സ് ആപ്പും കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ സറൗണ്ടിങ്സിലുള്ള നോയ്സ് ഇൻ കേസ് നമുക്ക് കേൾക്കുന്ന ഡെസിബൽ ലെവലിനെക്കാളും കൂടുതലാണെങ്കിൽ ഇത് നമുക്ക് മെസ്സേജ് അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ തരുന്നതായിരിക്കും. അതായത് നമ്മുടെ സറൗണ്ടിങ്സിലെ സൗണ്ട് ലെവൽ കൂടുതലാണെന്നും പറഞ്ഞുകൊണ്ട് കുറച്ചുകൂടെ അപ്ഗ്രേഡഡും ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു കോമ്പസ് ഫീച്ചറാണ് ഇതിൽ കൊടുത്തേക്കുന്നത് നാവിഗേഷന് വേണ്ടി. ബാക്കി എല്ലാ ഫീച്ചേഴ്സും അതേപോലെ തന്നെ ഉണ്ട്. സ്ലീപ്പ് ട്രാക്കിംഗ്, സൈക്കിൾ ട്രാക്കിംഗ്, ഫിറ്റ്നസ് ട്രാക്കിംഗ്, ഇതുപോലത്തെ ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും സെയിം തന്നെയാണ്. നെക്സ്റ്റ് ഒരു മേജർ മൊബൈൽ ഫോൺസിൻ്റെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഹ്വാവേയുടെ ഫ്ലാഗ്ഷിപ്പ് ഡിവൈസ് ആയ Mate 30 Pro ഇറങ്ങാൻ പോകുന്നു. ഓൾറെഡി ലോഞ്ച് ആയിട്ടുണ്ട് മ്യൂണിച്ച്, ജർമ്മനി. ഹ്വാവേനെ സംബന്ധിച്ച് Mate 30 Pro വളരെ ആന്റിസിപ്പേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണ്. US-ന്റെ ബാൻ കാരണം ഏറ്റവും കൂടുതൽ എഫക്റ്റ് ആയ പ്രൊഡക്ഷൻ യൂണിറ്റ് ആണ് ഹ്വാവേയുടെ Mate 30 എന്ന് പറയുന്നത്. ആൻഡ് ഇൻട്രസ്റ്റിംഗ്ലി ഹ്വാവേ അവരുടെ സൈഡ് ക്ലിയർ ആക്കി വെച്ചേക്കുവാണ്. HUAWEI Mate 30 Pro ഇറങ്ങാൻ പോകുന്നത് ഗൂഗിളിൻ്റെ യാതൊരു സർവീസസും ഇല്ലാതെയാണ്. അതായത് യൂട്യൂബ് ഇല്ല, ജിമെയിൽ ഇല്ല, പ്ലേ സ്റ്റോർ ഇല്ല, ഗൂഗിൾ മാപ്സ് ഇല്ല, അതുപോലെ ഗൂഗിളിൻ്റെ ഒരു സർവീസസും ഇല്ലാതെയാണ് വരുന്നത്. ഹ്വാവേയുടെ തന്നെ പുതിയ കുറച്ച് ആപ്സാണ് അവർ ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നത്. ഫേസ്ബുക്ക്, വാട്സാപ്പ്, ഇൻസ്റ്റാഗ്രാം ഇതൊക്കെ ഉണ്ടാകുന്നതായിരിക്കും. പക്ഷേ ഗൂഗിളിൻ്റെ ഒരു സർവീസസും കാണത്തില്ല. ആൻഡ്രോയിഡ് ബേസ്ഡ് തന്നെ ആൻഡ്രോയിഡ് 10ഉം EMUI 10 ബേസ്ഡ് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിരിക്കും. ഇതിൻ്റെ ലോഞ്ച് കഴിഞ്ഞ് റിവ്യൂ യൂണിറ്റ്സ് കിട്ടിയ പലരും ഇതിലേക്ക് ഗൂഗിൾ സർവീസസ് ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കി. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അവരെല്ലാവരും ഫെയിലായി. APK വഴിയോ അല്ലെങ്കിൽ ബൂട്ട് ലോഡിംഗ് വഴിയോ ഗൂഗിൾ സർവീസസ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഹ്വാവേ പറയുന്നത് ഫോൺ മേടിച്ച് കഴിഞ്ഞിട്ട് ഇൻ കേസ് ഗൂഗിൾ ആപ്സ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്റ്റോർസിൽ പോയി കഴിഞ്ഞാൽ അവരത് ഇൻസ്റ്റാൾ ചെയ്ത് തരുന്നതായിരിക്കും. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. എന്തായാലും ഫോണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗൂഗിൾ സർവീസസ് ഇല്ല എന്നേ ഉള്ളൂ. പക്ഷേ അത് കോമ്പൻസേറ്റ് ചെയ്യാൻ
ചെയ്യാൻ മാസീവ്ലി ഇംപ്രസീവ് ആയിട്ടുള്ള സ്പെക്സ് ആണ് ഇതിൽ ആഡ് ചെയ്തേക്കുന്നത്. ആ ബാക്കിൽ നോക്കിക്കഴിഞ്ഞാൽ 4 ക്യാമറയുടെ ഒരു സെറ്റപ്പാണ്. 40 മെഗാ പിക്സലിൻ്റെ 2 ക്യാമറയാണ് ബാക്കിലുള്ളത്. 8 മെഗാ പിക്സലിൻ്റെ ഒരു ടെലിഫോട്ടോയും ഉണ്ട്. പ്ലസ് ഒരു 3D ഡെപ്ത് സെൻസറും ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. 4500 mAh ബാറ്ററിയും 6.5 ഇഞ്ചിൻ്റെ കർവ്ഡ് ഡിസ്പ്ലേയോട് കൂടിയാണ് ഇത് വരുന്നത്. പ്രോസസ്സർ നോക്കിക്കഴിഞ്ഞാലും ഹുവാവേയുടെ തന്നെ കിറിൻ 990 ലേറ്റസ്റ്റ് പ്രോസസ്സറിലാണ് വരുന്നത്. 20% പഴയ 980യെക്കാട്ടിലും ഫാസ്റ്റർ ആണെന്നാണ് പറയുന്നത്. എന്തായാലും ഹുവാവേ അവരുടെ പഴയ മാർക്കറ്റ് പ്ലേസ് പിടിക്കുമെന്ന് തന്നെ വിചാരിക്കാം. എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും അപ്ഡേറ്റ്സ് ആണ് ഉള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. ഇൻഫോർമേറ്റീവായിട്ട് തോന്നിയെങ്കിൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഡു സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. എന്തായാലും അടുത്തൊരു നല്ല വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബി പോസിറ്റീവ് ആൻഡ് സ്റ്റേ ഹാപ്പി.